ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ 12ാമത്തെ യൂണിറ്റാണ് അല്ലേ, ആൾജിബ്ര ബീജഗണിതം. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നമ്പേഴ്സ് ഫ്രം 1 to 100 ഇൻ റോസ് ആൻഡ് കോളംസ് ആസ് ഇൻ ദി ഫസ്റ്റ് പിക്ചർ ബിലോ. അല്ലേ, താഴെ തന്നിട്ടുള്ള പിക്ചറിൽ പോലെ 1 to 100 വരെ റോസും കോളംസ് ആയിട്ട് ഇങ്ങനെ നേരെ എഴുതുക. ദെൻ ഡ്രോ സം 9 സെൽ സ്ക്വയേഴ്സ് ഇൻ ഇറ്റ് ആസ് ഇൻ ദി സെക്കൻഡ് പിക്ചർ. അല്ലെ, സെക്കൻഡ് പിക്ചറിൽ പോലെ 9 സെൽ സ്ക്വയേഴ്സിലെ 9 സെല്ലിൻ്റെ സമചതുരങ്ങൾ വരക്കുക. അല്ലെ, സമചതുരം 3 ഈക്വൽ, എല്ലാ വശങ്ങളും തുല്യമായിരിക്കില്ല. ഇങ്ങോട്ട് 3 3 3 അല്ലേ, എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ സ്ക്വയേഴ്സ് സമചതുരങ്ങൾ 3 ഇവിടെ വരച്ചതുപോലെ വരക്കുക. മാർക്ക് ദി മിഡിൽ നമ്പർ ഓഫ് ഈച്ച് സച്ച് സ്ക്വയേഴ്സ് ആൾസോ. ഓരോ സ്ക്വയേഴ്സിലും സമചതുരത്തിലുള്ള മിഡിൽ നമ്പർ, നടുവിലെ നമ്പർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഫൈൻഡ് ദി ഫോളോവിങ് ഫോർ ഈച്ച് ഓഫ് ദി സ്ക്വയേഴ്സ്. അല്ലെ, ഓരോ സ്ക്വയേഴ്സിനും സമചതുരത്തിനും താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി റിലേഷൻ ബിറ്റ്വീൻ ദി മിഡിൽ നമ്പർ ആൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അല്ലെ, എന്ത് തമ്മിലുള്ള റിലേഷൻ ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്? മിഡിൽ നമ്പർ അല്ലേ, നടുവിലെ നമ്പറും ആൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്സ്. ലെഫ്റ്റിലും റൈറ്റിലുള്ള അല്ലേ, വലത്ത് ഇടത്തുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് അല്ലേ, തുകയുടെ ബന്ധമില്ല, ആ തുകയും ഈ നടുവിലുള്ള നമ്പറും തമ്മിലുള്ള ബന്ധം. അതുപോലെ സെക്കൻഡ്, ദി റിലേഷൻ ബിറ്റ്വീൻ ദി മിഡിൽ നമ്പർ ആൻഡ് ദി സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. മിഡിൽ നമ്പറും ഇതിൻ്റെ ടോപ്പില്ലേ, മുകളിലും താഴെ ടോപ്പും ബോട്ടവും ഉള്ള നമ്പറിൻ്റെ സമ്മും തുകയും തമ്മിലുള്ള ബന്ധം മിഡിൽ നമ്പറുമായിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ്, ദി റിലേഷൻ ബിറ്റ്വീൻ ദി മിഡിൽ നമ്പർ ആൻഡ് ദി സം ഓഫ് ദി പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഡയഗണലി ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. അല്ലെ, ടോപ്പിലും ബോട്ടം ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മും മിഡിൽ നമ്പറും തമ്മിലുള്ളത്. നെക്സ്റ്റ്, ദി റിലേഷൻ ബിറ്റ്വീൻ ദി മിഡിൽ നമ്പർ ആൻഡ് ദി സം ഓഫ് ആൾ നമ്പേഴ്സ് ഇൻ ദി സ്ക്വയർ. മിഡിൽ നമ്പറും എല്ലാ നമ്പറും സ്ക്വയറിലുള്ള സം ഓഫ് ആൾ നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സും തമ്മിലുള്ള സമ്മും അല്ലെ, ആകെ തുകയുടെയും ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. റിലേഷൻ അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എക്സ്പ്ലെയിൻ ആൾ ദിസ് യൂസിങ് ആൾജിബ്ര. ഇവയെല്ലാം ആൾജിബ്ര ബീജഗണിതം യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കുകയും വേണം. ഇത്രയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് ഈ മിഡിൽ നമ്പറും ലെഫ്റ്റും റൈറ്റും ഉള്ളത് സമ്മും തമ്മിലുള്ള ബന്ധം, മുകളിലും താഴെയുള്ളതിൻ്റെ സമ്മും നടുവിലുള്ള നമ്പറുമായിട്ടുള്ള ബന്ധം. ഡയഗണൽ പെയേഴ്സ്, ഡയഗണൽ പറഞ്ഞാൽ ഇങ്ങനല്ലേ, വികരണം അല്ലേ, വികരണമായിട്ട് വരുന്ന ഡയഗണൽ പെയേഴ്സിലെ അവയുടെ സമ്മ് അല്ലേ, അതായത് 23 5 അല്ലേ, ആ സമ്മും മിഡിൽ നമ്പറും തമ്മിലുള്ള ബന്ധം. അതേപോലെ ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ടോട്ടൽ നമ്പേഴ്സും ഈ മിഡിൽ നമ്പറും തമ്മിലുള്ള ബന്ധം. അത് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഫസ്റ്റ് മിഡിൽ നമ്പർ, ആ മിഡിൽ നമ്പറും സം ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ലേ, അതിൻ്റെ സമാകത്തുകയും തമ്മിലുള്ള റിലേഷൻ ബന്ധം. പിന്നെന്താണ്? സം ഓഫ് നമ്പേഴ്സ് ഓൺ ടോപ്പ് ആൻഡ് ബോട്ടം, സം ഓഫ് ഡയഗണൽ പെയേഴ്സ്, ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മ്, സം ഓഫ് ആൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിൻ്റെ സമ്മും ഈ മിഡിൽ നമ്പർ നടുവിലുള്ള നമ്പറുമായിട്ടുള്ള റിലേഷൻ ബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സ്ക്വയറിൻ്റെ ഈ സമചതുരം എടുക്കുക. ഈ സമചതുരത്തിലെ നടുവിലുള്ള നമ്പർ ഏതാണ്? മിഡിൽ നമ്പർ 14. മിഡിൽ നമ്പർ 14 ആണ്. സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റിലും റൈറ്റിലുള്ളതിൻ്റെ സമ്മിൽ ഇടത്തും വലതുമായിട്ടുള്ള നമ്പേഴ്സിൻ്റെ ആകെത്തുക എന്താണ്? ഇടത്തും വലത്തുള്ള 13ഉം 15ഉം ആണല്ലേ, ലെഫ്റ്റിലും റൈറ്റും ഇടത്തും വലത്തും ഏതാണ്? 13ഉം 15. അപ്പോൾ 13 + 15 അതിൻ്റെ സമ്മ് ആകെത്തുകയും ഈ മിഡിൽ നമ്പറും തമ്മിലുള്ള നടുവിലുള്ള നമ്പറും തമ്മിലുള്ള റിലേഷൻ ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് 13 + 15 28. ഈ 28 എന്നുള്ളത് എന്താണ്? 2 × 14 അല്ലേ, 14 2 തവണ ഗുണിക്കുന്നതാണല്ലേ. 14 + 14 അല്ലേ 28 എന്ന് പറയുന്നത് അല്ലേ. 14 + 14 ആണ് അല്ലേ, 4 4 8 1 1 2 അല്ലേ. 14 + 14 അതായത് 2 14കൾ കൂട്ടിയതാണ് 28. അതായത് 2 × 14 ആണ്. 14 അല്ലേ നമ്മുടെ മിഡിൽ നമ്പർ. നമ്മളോട് മിഡിൽ നമ്പറുമായിട്ട് റിലേഷൻ അല്ലേ, ലെഫ്റ്റും റൈറ്റും ഉള്ള നമ്പേഴ്സിൻ്റെ സമ്മും ഈ മിഡിൽ നമ്പറും തമ്മിലുള്ള ബന്ധ റിലേഷനാണ് ചോദിച്ചത്. മിഡിൽ നമ്പർ 14 ആണല്ലേ. അപ്പോൾ 14ൻ്റെ ടേംസ് നമ്മൾ എങ്ങനെ ചെയ്താലേ, 28 പറഞ്ഞാൽ 2 × 14, അതായത് 2 × മിഡിൽ നമ്പർ അല്ലേ, 14 അല്ലേ മിഡിൽ നമ്പർ, അതായത് 2 × മിഡിൽ നമ്പർ അല്ലേ. അതായത് നമുക്ക് റിലേഷൻ കിട്ടിയില്ലേ, ഇതിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ നമ്പറിൻ്റെ ഇരട്ടിയാണ്, 2 ആണല്ലേ, ഡബിൾ ആണ് അല്ലേ, 2 × മിഡിൽ നമ്പർ ആണ്. നെക്സ്റ്റ്, സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലേ, ടോപ്പിലും ബോട്ടം മുകളിലും താഴെയുള്ള നമ്പേഴ്സ് അല്ലേ. ഈ മിഡിൽ നമ്പറിൻ്റെ മുകളിലുള്ള നമ്പർ 4, താഴെയുള്ള നമ്പർ 24 അല്ലേ. അപ്പോൾ 4 + 24 എത്രയാണ്? 24ഉം ഒരു 4ഉം അല്ലേ, 28. അഗെയിൻ 28 എന്ന് പറഞ്ഞാൽ 2 × 14 ആണ്. 2 × 14 പറഞ്ഞാൽ 2 × മിഡിൽ നമ്പർ അല്ലേ, മിഡിൽ നമ്പറിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും മിഡിൽ നമ്പറിൻ്റെ ഇരട്ടിയാണ്, ഡബിൾ ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ ബോട്ടവും ടോപ്പും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മിഡിൽ നമ്പറിൻ്റെ ഡബിൾ ഇരട്ടിയാണ്, 2 × 14 ആണ്, 2 × മിഡിൽ നമ്പർ ആണെന്ന് കിട്ടി. നെക്സ്റ്റ്, സം ഓഫ് ഡയഗണൽ പെയേഴ്സ്, അതായത് ഡയഗണലിലുള്ള എതിർമൂലയിലുള്ള ഈ മൂലക്കലുള്ള ഈ നമ്പേഴ്സ് സംഖ്യകളുടെ തുകയും ഈ മിഡിൽ നമ്പറും തമ്മിലുള്ള റിലേഷൻ ബന്ധം എന്താണ്? അപ്പോൾ ഫസ്റ്റത്തെ ഡയഗണൽസ് 3ഉം 25 അല്ലേ. അപ്പോൾ 3 + 25 28. ഫസ്റ്റത്തെ എതിർമൂലയിലുള്ള രണ്ട് നമ്പേഴ്സിലെ ഡയഗണൽസ് 3ഉം 25 അല്ലേ, ഈ മൂലയിലുള്ളതാണ്, ഇങ്ങനെ വരുന്നതാണ് ഡയഗണൽസ്. അപ്പോൾ 3ഉം 25 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് 28 കിട്ടി. 28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 14 ആണല്ലേ, അതായത് 2 × മിഡിൽ നമ്പർ അല്ലേ, മിഡിൽ നമ്പർ 14 ആണ്, അപ്പോൾ 2 × മിഡിൽ നമ്പർ. നെക്സ്റ്റ് ഡയഗണൽ 23 + 5 അല്ലേ, ഈ ഡയഗണൽ എതിർമൂലയിലുള്ള
സംഖ്യകൾ 23ഉം 5ഉം കൂട്ടുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടി 28 എന്ന് കിട്ടി. 28 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 14 ആണ്. 2 × 14 എന്ന് 14 എന്താണ് മിഡിൽ നമ്പർ ആണ്, അതായത് 2 × മിഡിൽ നമ്പർ അല്ലേ, മിഡിൽ നമ്പറിൻ്റെ ഇരട്ടി ഡബിൾ ആണ്. നമുക്ക് എന്ത് ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മും എന്ന് കിട്ടി. ഇനി സം ഓഫ് ആൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മും. ആദ്യം മിഡിൽ നമ്പർ നമ്മൾ ഇതുവരെ കൂട്ടിയിട്ടില്ല, അപ്പോൾ മിഡിൽ നമ്പർ 14 പ്ലസ് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത് അല്ലേ 2 × 14 അല്ലേ. നെക്സ്റ്റ് വീണ്ടും ടോപ്പും ബോട്ടവും കിട്ടിയപ്പോൾ വീണ്ടും 2 × 14 അല്ലേ, 2 × മിഡിൽ നമ്പർ രണ്ട് 2 × 14 കിട്ടി. പിന്നെ ഡയഗണൽ പെയേഴ്സിൻ്റെതും 2 × 14 അഗെയിൻ 2 × 14, അപ്പോൾ 4 2 × 14 കിട്ടി അല്ലേ. 4 × 2 × 14 എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ, ഇതെല്ലാം കൂട്ടുക അല്ലേ, 2 × 14 + 2 × 14 അങ്ങനെ 4 തവണ എഴുതുക. 4 തവണയാണ് 2 × 14 ഉള്ളത്, അപ്പോൾ അല്ലേ 4 പ്രാവശ്യം 2 × 14 എന്ന് എഴുതാം അല്ലേ. 4 × 2 × 14 14 മിഡിൽ നമ്പർ പ്ലസ് ലെഫ്റ്റ് ടു റൈറ്റ് അതും 2 × 14 പ്ലസ് 2 × 14 പ്ലസ് അഗെയിൻ 2 × 14 പ്ലസ് 2 × 14 അല്ലേ. അപ്പോൾ 4 2 × 14 ഉണ്ട് അല്ലേ. 4 2 × 14 ഉണ്ട് പ്ലസ് നമ്മുടെ മിഡിൽ നമ്പറിൽ എല്ലാ നമ്പേഴ്സും കൂട്ടണം അല്ലേ. നടുവിലുള്ള സംഖ്യയും 4 2 × 14 കിട്ടിയിട്ടുണ്ട്. അതായത് 14 ഇവിടെ കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള നമ്പർ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ, വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 14 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഒരു 14 പോയാൽ ഇവിടെ ഒരു 1 ഉണ്ടാവും അല്ലേ. 1 പ്ലസ് ഇവിടുന്ന് 14 പോയാൽ എത്രയാണ് 4 2 8 അല്ലേ, 8 ഉണ്ടാവും. ബാക്കി 1 + 8 4 2 8 ആണ് അല്ലേ. ഈ 14 ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, അപ്പോൾ കോമൺ ആയിട്ടുള്ളതില്ലേ ഒരുപോലുള്ള രണ്ട് സ്ഥലത്തുണ്ട്, നമുക്കതിനെ വെളിയിലേക്ക് പുറത്തേക്ക് എഴുതാം അല്ലേ, ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് 14 പോയാൽ ഇവിടെ 1 ഉണ്ടാവും അല്ലേ, ഒരു 1 ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 14 പോയാൽ ഇവിടെ 14 നമുക്ക് 14 × 1 എന്ന് എഴുതി കൂടെ അല്ലേ. 14 × 1 14 തന്നെയല്ലേ. അപ്പോൾ 14 നമ്മൾ വെളിയിലേക്ക് എടുത്താൽ ഇവിടെ ഒരു 1 ഉണ്ടാവും. 1 പ്ലസ് ഇവിടുന്ന് 14 പോയാൽ ഇവിടെ 4 × 2 അതായത് 8 4 2 8 1 + 8 ഉള്ളത് എന്താണ് 9 ആണല്ലേ. 14 × 9 14 × 9 എന്ന് 14 എന്താണ് നമ്മുടെ മിഡിൽ നമ്പർ ആണല്ലേ, മിഡിൽ നമ്പർ ആണ് 14. അപ്പോൾ 14 നമുക്ക് മിഡിൽ നമ്പർ എന്ന് എഴുതാം, മിഡിൽ നമ്പർ × 9 അല്ലേ. 9 × മിഡിൽ നമ്പർ, മിഡിൽ നമ്പറിൻ്റെ 9 ടൈംസ് ആണല്ലേ, 9 തവണ ഗുണിക്കുന്നതാണ് നമുക്ക് സം ഓഫ് ആൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്ക്വയേഴ്സ് ഈ സമചതുരങ്ങളിലൊക്കെ മിഡിൽ ലെഫ്റ്റും റൈറ്റും ഇടതും വലതുള്ളതിൻ്റെ സമ്മ് കൂട്ടുമ്പോൾ എന്താണ് 2 × മിഡിൽ നമ്പർ ആണോ. നെക്സ്റ്റ് ആപ്പും ബോട്ടവും കൂട്ടുമ്പോഴും 2 × മിഡിൽ നമ്പർ ആണോ അല്ലെ. ഡയഗണൽസിൻ്റെതും എല്ലാം 2 × മിഡിൽ നമ്പർ ആണോ എന്നും അതുപോലെ തന്നെ നമ്മൾ സം ഓഫ് ആൾ നമ്പേഴ്സിൻ്റെത് നമുക്ക് കിട്ടിയ 9 × മിഡിൽ നമ്പർ ഇതേപോലെ തന്നെയാണോ എല്ലാ സ്ക്വയേഴ്സിൻ്റെത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഈ സ്ക്വയർ രണ്ടാമത്തെ സ്ക്വയർ സമചതുരം മിഡിൽ നമ്പർ എന്താണ് 63. ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ള നമ്പേഴ്സിൻ്റെ സമ്മ് ആകെ തുക ലെഫ്റ്റ് ടു റൈറ്റും കൂട്ടി കിട്ടുന്നത് 62 + 64. ലെഫ്റ്റ് ടു റൈറ്റും 62ഉം 64 62 + 64 എത്രയാണ് 126 അല്ലേ, 126 എന്ന് കിട്ടും അല്ലേ. 4ഉം 2ഉം 6 അല്ലേ, 6ഉം 6ഉം 12 126 126 എന്ന് കിട്ടി. അത് ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ ഈ 126 എന്നുള്ളത് എന്താണ് 2 × 63 ആണ് അല്ലേ. 63 × 2 ആണ്, അതായത് 3 2 6 6 2 12 അല്ലേ. 2 × 63 എന്ന് എഴുതാം. അതായത് എന്താണ് 2 × മിഡിൽ നമ്പറാണ്, നമ്മുടെ മിഡിൽ നമ്പർ എന്താണ് 63 അല്ലേ. ഇങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടുമ്പോൾ ഒരു സ്ക്വയർ അതാകുമ്പോൾ നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം അല്ലേ. മിഡിൽ നമ്പർ ഇതാണ്, ഇതിൻ്റെ 2 ടൈംസ് ആയിരിക്കും, അതായത് 63 × 2 തന്നെയാണോ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ. അപ്പോൾ 2 × മിഡിൽ നമ്പർ എന്ന് കിട്ടി. ടോപ്പും ബോട്ടവും അല്ലേ, മുകളിലും താഴെ നമ്പർ 53ഉം 73ഉം. 53ഉം 73 ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും, വീണ്ടും നമുക്ക് 126 126 എന്ന് കിട്ടും. 126 എന്താണ് 2 × 63 ആണ്. 63 എന്താണ് മിഡിൽ നമ്പർ, അതായത് 2 × മിഡിൽ നമ്പർ ആണ്. മൂലയിലുള്ള സംഖ്യകളിലെ നമ്മുടെ ഡയഗണൽ പെയേഴ്സ് 52 + 74ഉം അതേപോലെ തന്നെ 72ഉം 54ഉം അല്ലേ. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ 52 + 74 എത്രയാണ് 126 അല്ലേ, 126. നെക്സ്റ്റ് 54 + 72 അല്ലേ, 4ഉം 2ഉം 6 5ഉം 7ഉം 12 അല്ലേ. അപ്പോൾ 126 എന്ന് കിട്ടി. 126 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 63 അല്ലേ. ഇവിടെയൊക്കെ കിട്ടി 2 × 63 ആണ്. ഇവിടെ ഒരു 2 × 63 അല്ലേ, രണ്ടും 2 × 63 ആണ്. അതായത് 2 × മിഡിൽ നമ്പർ ആണ്, മിഡിൽ നമ്പർ അല്ല 63 എന്ന് പറയുന്നത്. ഈ സം ഓഫ് ആൾ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സിൻ്റെ സമ്മും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മിഡിൽ നമ്പർ പ്ലസ് ചെയ്യുക 63 പ്ലസ് എന്താണ് ലെഫ്റ്റ് റൈറ്റ് ഉള്ളതിൻ്റെ 2 × 63 പ്ലസ് 2 × 63 പ്ലസ് 2 × 63 പ്ലസ് 2 × 63. എത്ര 2 × 63 ഉണ്ട് അല്ലേ, 1 2 അല്ലേ. നമ്മൾ ഡയഗണൽ പെയേഴ്സ് 2 2 2 4 അല്ലേ. അപ്പോൾ 2 2 അല്ലേ, 4 എണ്ണം ഉണ്ട്. രണ്ട് സെൻറ്ററിലുള്ള നമ്പർ 63 പ്ലസ് 2 × 63 പ്ലസ് 2 × 63 2 × 63 2 × അല്ലേ 4 2 × 63 ഉണ്ട്, അതായത് 4 × 2 × 63. 63 സെൻറ്ററിലുള്ള നമ്പർ മിഡിൽ നമ്പർ പ്ലസ് എത്ര 2 × 63 കിട്ടി. ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് 2 × 63 4 തവണ അല്ലേ, 4 × 2 63 ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും 63 കോമൺ ആണ്, അതിനെ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുക, വെളിയിലേക്ക് എടുക്കുക. 63 ഇവിടുന്ന് പോയാൽ ഇവിടെ എന്താണ് ഒരു 1 ഉണ്ടാവും അല്ലേ. 63നെ നമുക്ക് 63 × 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 63 പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1 ഉണ്ടാവും. പ്ലസ് ഇവിടുന്ന് 63 പോയാൽ 4 × 2 8 4 2 8 അല്ലേ. ഇവിടുന്ന് 63നെ നമ്മൾ പുറത്തെടുത്തു, അപ്പോൾ 4 2 8. ഇവിടെ ഉള്ളത് പിന്നെ 8 അല്ലേ ബാക്കിയുള്ളത്. 63നെ കോമൺ ആയിട്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ, കോമൺ ആയിട്ടുള്ളതാണ് രണ്ട് സ്ഥലത്തുണ്ട്, അതിനെ പുറത്തേക്ക് എടുത്ത്, അതായത് ഇതിന് രണ്ടിനും ഇത് ബാധകമാണ്. ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പകരമായിട്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് കോമൺ ആക്കി എഴുതി.
1+8 എന്താണ് 9 ആണല്ലേ. 63 × 9. 63 എന്താണ് മിഡിൽ നമ്പർ ആണല്ലേ. മിഡിൽ നമ്പർ × 9, അതായത് 9 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ അല്ലേ. മിഡിൽ നമ്പറിൻ്റെ 9 ഇരട്ടിയാണ്. നേരത്തെ കിട്ടിയതുപോലെ തന്നെ സം ഓഫ് ആൾ നമ്പേഴ്സ് 9 × മിഡിൽ നമ്പർ എന്ന് കിട്ടി. സം ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, സം ഓഫ് ടോപ്പും ബോട്ടവും, സം ഓഫ് ഡയഗണൽ പെയേഴ്സിൻ്റെതും നമുക്കെന്താണ് 2 × മിഡിൽ നമ്പറിലെ അതിൻ്റെ മിഡിൽ നമ്പറിൻ്റെ ഇരട്ടി ഡബിൾ ആണെന്ന് കിട്ടി. സം ഓഫ് ആൾ നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും ആകെത്തുക എന്ത് കിട്ടി 9 × മിഡിൽ നമ്പറിലെ മിഡിൽ നമ്പറിൻ്റെ 9 ഇരട്ടിയാണെന്നും കിട്ടി. നെക്സ്റ്റ് സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ നടുവിലുള്ള സംഖ്യ മിഡിൽ നമ്പർ 78 ആണ്, 78 ആണ്. സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ലെഫ്റ്റ് ടു റൈറ്റുള്ള സംഖ്യകളുടെ സം 77 + 79. ലെഫ്റ്റ് ടു റൈറ്റുള്ളത് 77 + 79. 77 79 കൂട്ടിയാൽ എത്ര വരും 156 അല്ലേ. 156 എന്ന് വരും. ഈ 156 എന്തായിരിക്കും നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് 2 × മിഡിൽ നമ്പർ ആയിരിക്കും. അതായത് മിഡിൽ നമ്പർ എത്രയാണ് 78 ആണല്ലേ. 2 × 78 എന്ന് എഴുതി നോക്കൂ. 2 × 78 എത്രയാണ് 156 അല്ലേ. 156നെ എന്താണ് എഴുതേണ്ടത്, നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ 156 എന്താണ് 2 × 78 ആണ്. അതായത് മിഡിൽ നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 × 78 എന്ന് എഴുതി നോക്കുക. 2 × 78 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അല്ലെ. 156 തന്നെ കിട്ടുന്നുണ്ടോ അല്ലേ. 156 തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. 2 × 78 എന്താണ് 156 ആണ്. അതായത് 2 × മിഡിൽ നമ്പർ അല്ലേ. 78 എന്താണ് മിഡിൽ നമ്പർ ആണല്ലേ. 2 ഗുണിക്കണം നടുവിലെ സംഖ്യ അല്ലേ. 2 × മിഡിൽ നമ്പർ. നെക്സ്റ്റ് ടോപ്പും ബോട്ടത്തിലുള്ള സംഖ്യകളുടെ തുക അല്ലേ. സം ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം 68 + 88 അല്ലേ. മുകളിലും താഴെയുള്ള നമ്പർ ഏതാണ് അല്ലേ. ഈ നടുവിലെ സംഖ്യയുടെ മുകളിലും താഴെയുള്ള നമ്പർ അത് കൂട്ടിയിട്ട് ഈ നടുവിലുള്ള സംഖ്യയായിട്ട് എന്താണ് ബന്ധം, റിലേഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 68 + 88 എന്ത് വരും 156. 156 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 78 അല്ലേ. 2 ഗുണിക്കണം 78 അല്ലേ. 2 × 78 ആണ് 156. അതായത് 2 × മിഡിൽ നമ്പർ അല്ലേ. 2 ഗുണിക്കണം നടുവിലെ സംഖ്യ അല്ലേ. 2 × മിഡിൽ നമ്പർ എന്ന് കിട്ടി. നെക്സ്റ്റ് സം ഓഫ് ഡയഗണൽ പെയേഴ്സ്, എതിർമൂലയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് 69 + 87, 67 + 89. 67 + 89 എത്ര കിട്ടും 156. 87 + 69 എന്ത് കിട്ടും അഗെയിൻ 156. ഈ 156 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 78 ആണ് അല്ലേ. 2 ഗുണിക്കണം മിഡിൽ നമ്പർ അല്ലേ. 2 ഗുണിക്കണം നടുവിലെ സംഖ്യ അല്ലേ. 2 × 78 എന്ന് പറഞ്ഞാൽ 2 × മിഡിൽ നമ്പർ ആണ്. നെക്സ്റ്റ് സം ഓഫ് ആൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിൻ്റെയും തുക, എല്ലാ സംഖ്യകളുടെയും മുഴുവൻ തുക എത്രയാണ്. ഫസ്റ്റ് മിഡിൽ നമ്പർ കൂട്ടണം അല്ലേ. ഇതുവരെ മിഡിൽ നമ്പർ കൂട്ടിയിട്ടില്ല. അപ്പോൾ 78 മിഡിൽ നമ്പർ അല്ലേ. മിഡിൽ നമ്പർ പ്ലസ് എത്ര ഉണ്ട് ഫസ്റ്റ് ടോപ്പും ബോട്ടും ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്തപ്പോൾ എത്രയാണ് 2 × 78. നെക്സ്റ്റ് അഗെയിൻ ടോപ്പും ബോട്ടും ആഡ് ചെയ്തപ്പോൾ 2 × 78 പ്ലസ് ഡയഗണൽസ് 2 278 അല്ലേ. 2 × 78 + 2 × 78 4 തവണ 278 കിട്ടിയിട്ടുണ്ടല്ലേ. 2 × 78 1 2 3 4 അല്ലേ. 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 × 278 എന്ന് എഴുതി കൂടെ. നമ്മൾ നടുവിലെ സംഖ്യ 78 പ്ലസ് 4 ടൈംസ് എന്തുണ്ട് 2 × 78 ഉണ്ട്. 4 തവണ 2 × 78 1 2 3 4 4 തവണ ഉണ്ട്. അതായത് ഇവിടെ 78 കോമൺ ആണ് അല്ലേ. 2 സ്ഥലത്തുണ്ട്. പ്ലസിൻ്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അതിനെ വെളിയിൽ പുറത്തേക്ക് എടുക്കുക. ബ്രാക്കറ്റിൻ്റെ പുറത്താക്കി എഴുതുമ്പോൾ 78നെ കോമൺ ആണ്. അതിനെ പുറത്തെടുത്താൽ ഫസ്റ്റത്തെ ഭാഗത്തുനിന്ന് 78 പോയാൽ അവിടെ ഒരു 1 ഉണ്ടാവും. 1 പ്ലസ് രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് 78 പോയാൽ 8 അല്ലേ. 4 2 8 അല്ലേ. ഇവിടെ നിന്ന് ഒരു 78 പോയാൽ പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ടാവും അല്ലേ. 1 പ്ലസ് അല്ലേ. ഇവിടെ നിന്ന് 78നെ × 1 എന്ന് എഴുതി കൂടെ 78നെ. അപ്പോൾ 78 പോയാൽ ഇവിടെ ഒരു 1 ഉണ്ടാവും. പ്ലസ് ഇവിടെ നിന്ന് 78 പോയാൽ എത്ര ഉണ്ടാവും ഈ 78നെ. രണ്ട് സ്ഥലത്തുള്ള 78നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് എഴുതി. ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതി. 4 2 8 അതായത് 1 + 8 എത്രയാണ് 9 ആണ്. അതായത് 9 × 78. 78 എന്താണ് നമ്മുടെ മിഡിൽ നമ്പർ ആണ്. അതായത് 9 × മിഡിൽ നമ്പർ, 9 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ. അഗെയിൻ നമുക്ക് ഈ സ്ക്വയേഴ്സിൻ്റെതും സം ഓഫ് ആൾ നമ്പേഴ്സ് എല്ലാത്തിൻ്റെതും നമുക്ക് എന്താ കിട്ടിയത് 9 × മിഡിൽ നമ്പർ എന്നാണ് കിട്ടിയത്. ബാക്കിയെല്ലാം അല്ലേ സം ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം, ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മും എല്ലാം എന്താണ് 2 × മിഡിൽ നമ്പർ. മിഡിൽ നമ്പറിൻ്റെ ഇരട്ടി 2 ടൈംസ് ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആൾജിബ്രിക് ഫോമിൽ നമ്മൾ എക്സിൻ്റെ ടേംസിൽ നമ്പേഴ്സ് എടുക്കാം. ഈ സ്ക്വയേഴ്സിൻ്റെ പകരം ഇവിടെ നമ്പേഴ്സാണ്. അതിൻ്റെ പകരം നമുക്ക് നടുവിലെ സംഖ്യ എക്സ് ആക്കി എടുത്താൽ സൈഡിലുള്ള നമ്പർ എന്തായിരിക്കും x - 1 ആണ്. തൊട്ടപ്പുറത്തുള്ള നമ്പർ എന്താണ് x + 1 ആണല്ലേ. 78നോട് ഒന്ന് കൂട്ടിയതല്ലേ 29. അപ്പോൾ അങ്ങനെ തന്നെ അല്ലേ എല്ലാ നമ്പേഴ്സിലെ. ഇവിടുന്ന് എന്താണ് 10 കുറച്ചതാണ് മുകളിലുള്ള നമ്പർ. 78നോട് 68 എന്ന് പറഞ്ഞാൽ 10 മൈനസ് ചെയ്തതാണ്, 10 ആഡ് ചെയ്തതാണ് നെക്സ്റ്റ് അടിയിലുള്ള നമ്പറിലെ 78 88. അപ്പോൾ 10 ആഡ് ചെയ്തത് അതായത് +10 x - 10. നമ്മൾ നമ്പേഴ്സ് എടുക്കുക അല്ലേ. എക്സിൻ്റെ ടേംസിൽ എടുക്കുന്നതാണ് നമ്മുടെ ആൾജിബ്രിക് ഫോം. ബീജഗണിത രൂപത്തിലും തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നടുവിലെ സംഖ്യയെ നമ്മൾ എക്സ് ആക്കി എടുക്കല്ലേ. ആൾജിബ്രിക് ഫോമിലാണ് ഇനി തെളിയിക്കേണ്ടത്. ബീജഗണിത രൂപത്തിൽ നമ്മൾ എക്സിൻ്റെ ടേംസിലാണ് ചെയ്തത്. അപ്പോൾ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ് എക്സ് അല്ലേ. മിഡിൽ നമ്പർ ബാക്കിയുള്ള നമ്പേഴ്സുമായിട്ടുള്ള കണക്ഷൻ ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നടുവിലുള്ള സംഖ്യയാണ് നമ്മൾ എക്സ് ആക്കി എടുക്കേണ്ടത്. അതിൻ്റെ കണക്ഷനല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നടുവിലെ സംഖ്യ എക്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്. നമ്മൾ ഇത്രയും ചെയ്ത സ്ക്വയേഴ്സിൽ എന്താണ് x + 1 ആണല്ലേ. മുന്നിലുള്ള നമ്പർ ഒന്ന് മൈനസ് ചെയ്തതാണ്, അതായത് x - 1 ആണ്. നമ്മളെന്ത് പറഞ്ഞു താഴെയുള്ള നമ്പർ ഈ നടുവിലുള്ള സംഖ്യയെ 10 മൈനസ് ചെയ്തതാണ്, മുകളിലുള്ളത് 10 ആഡ് ചെയ്തതാണ്. നേരത്തെ അതേ സ്ക്വയേഴ്സിൻ്റെ ആ നമ്പേഴ്സിനെ നമ്മൾ എക്സിൻ്റെ ടേംസിൽ ചെയ്താൽ. അപ്പോൾ 10 കൂട്ടിയതാണെന്ന് പറയുമ്പോൾ x + 10 അല്ലേ. 10 മൈനസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 10 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ x - 10 അല്ലേ. താഴെയുള്ളത് 10 ആഡ് ചെയ്തത് x + 10, എക്സിനോട് 10 മൈനസ് ചെയ്തത് x - 10. നമ്മൾ പറഞ്ഞു ലെഫ്റ്റുള്ള നമ്പർ എക്സിൻ്റെ ഒന്ന് മൈനസ് ചെയ്തതാണ്,
റൈറ്റിലുള്ളത് എക്സിൻ്റെ ഒന്ന് കൂട്ടിയതാണ്. അതേപോലെ തന്നെ ഈ നമ്പറിൻ്റെ എന്തായിരിക്കും, ലെഫ്റ്റിലുള്ളത് ഒന്ന് മൈനസ് ചെയ്തതായിരിക്കും, റൈറ്റിലുള്ളത് ഒന്ന് ആഡ് ചെയ്തതായിരിക്കും അല്ലേ. എക്സ് പ്ലസ് 10നോട് ഒന്ന് കൂട്ടിയ നമ്പർ, ആഡ് ചെയ്ത നമ്പർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്താ, എക്സ് പ്ലസ് 11 ആണ്. എക്സ് പ്ലസ് 10നോട് ഒന്ന് മൈനസ് ചെയ്തതാണ് ലെഫ്റ്റിലുള്ള നമ്പർ. അതായത് ഈ എക്സ് പ്ലസ് 10ൻ്റെ ഒന്ന് കുറച്ചതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 9 അല്ലേ, 10 1 പോയാൽ 9 ആണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 9 ആണ് ലെഫ്റ്റിലുള്ള നമ്പർ അല്ലേ. ഒന്ന് കുറച്ചതാണ് ലെഫ്റ്റിലുള്ളത്, റൈറ്റിലുള്ളത് ഒന്ന് കൂട്ടിയതാണ്. അപ്പോൾ ഇവിടെ ഇതിനോട് ഒന്ന് കൂട്ടിയിട്ട് ഇവിടെ എഴുതണം, ഇവിടെ ഒന്ന് കുറച്ചിട്ട് എഴുതണം. പ്ലസ് 10നോട് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടി. ഇവിടെ മൈനസ് 10നോടാണ് ഒന്ന് ആഡ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് 10നോട് ഒന്ന് ആഡ് ചെയ്താൽ എന്താണ്, -10 പ്ലസ് 1 എന്താണ്, എക്സ് മൈനസ് 10 പ്ലസ് 1 ഒന്ന് ആഡ് ചെയ്തതാണ് ഇവിടെയുള്ള നമ്പർ. എക്സ് മൈനസ് 10 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, വലുതെന്ന് ചെറുത് കുറച്ചിട്ട്, മൈനസും പ്ലസും അടുപ്പിച്ച് വരുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്. അപ്പോൾ വലിയ സംഖ്യ 10 ഒന്ന് കുറയ്ക്കുക 9. വലിയ സംഖ്യയുടെ സൈൻ ഏതാണ്, മൈനസ് ആണില്ലേ. 10ൻ്റെ സൈൻ, വലിയ നമ്പറിൻ്റെ സൈനാണ് നോക്കേണ്ടത്, മൈനസ് ആണ്. അപ്പോൾ -9 എന്ന് വരും. അതായത് എക്സ് മൈനസ് 9 എന്ന് ഇവിടെ കിട്ടി. നമ്മുടെ സ്ക്വയറിലുള്ളതിനെ നമ്മൾ എന്താണ്, ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ എക്സിൻ്റെ ടേംസിലാണ് എഴുതിയിട്ട് തെളിയിക്കാനാണ് പറഞ്ഞത്. ഇതുവരെ നമ്പേഴ്സിൻ്റെ 3 സ്ക്വയേഴ്സ് നമ്മൾ ചെയ്തു. ഇനി എക്സിൻ്റെ ടേംസിൽ അതേ നമ്പേഴ്സ് നോക്കൂ നിങ്ങൾ. ഇവിടെയുള്ള എക്സിൻ്റെ ഒന്ന് ആഡ് ചെയ്ത നമ്പറാണ് ഈ സൈഡിലുള്ളത് അല്ലേ, ഒന്ന് മൈനസ് ചെയ്ത നമ്പറാണ് ഈ സൈഡിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിൽ ഇവിടെ 10 ആഡ് ചെയ്തതും മുകളിൽ 10 മൈനസ് ചെയ്ത നമ്പറുമാണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ആഡ് ചെയ്തത് ഈ സൈഡിലും ലെഫ്റ്റിൽ എന്തായിരിക്കും, ഒന്ന് മൈനസ് ചെയ്ത നമ്പർ അല്ലേ. എക്സ് മൈനസ് 10നോട് ഒന്ന് ആഡ് ചെയ്യാണ് -10 പ്ലസ് 1 എന്താണ്, -9 ആണ്. എക്സ് മൈനസ് 10നോട് ഒന്ന് മൈനസ് ചെയ്യണം അല്ലേ. ഇവിടെയുള്ള നമ്പർ, ലെഫ്റ്റിലുള്ള നമ്പർ പറഞ്ഞാൽ ഈ നമ്പറിനോട് ഒന്ന് കുറച്ചതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 10 -1 ആണ് വേണ്ടത് അല്ലേ. എക്സ് മൈനസ് 10 -1 എന്താണ്, അതായത് എക്സ് മൈനസ് 11 എന്ന് കിട്ടും അല്ലേ. അതായത് രണ്ട് സൈൻസ് ഒരുമിച്ച് വരുമ്പോൾ രണ്ടിൻ്റെയും സൈൻ ഒന്നല്ലേ. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് എന്താണ് അതിൻ്റെ സൈൻ ഇടുക അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാണല്ലോ. മൈനസും ഒരുമിച്ച് വന്നാൽ എന്താണ്, പ്ലസ് ആവും. ഓക്കെ, പ്ലസ് ആക്കിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സൈൻ എന്താണ്, മൈനസ് ആണ് അല്ലേ. അപ്പോൾ മൈനസ് ഇടുക. അത് രണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. മൈനസും പ്ലസ്സും ആണെങ്കിൽ എന്താണ്, ക്യാൻസൽ ആയിപ്പോൾ. മൈനസും എന്താണ്, ഇത് രണ്ടും കൂട്ടാണ് വേണ്ടത്. -10 -11 എന്താണ്, കൂട്ടിയിട്ട് ഇതിൻ്റെ സൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെ സൈൻ സെയിം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ സൈൻ എന്താണ്, രണ്ടിൻ്റെത് മൈനസ് ആണ്, -11 എന്നാണ് കിട്ടുക. അങ്ങനെയാണ് എക്സ് മൈനസ് 11 എന്ന് ഞാൻ ഇവിടെ എഴുതിയത്. ഒന്ന് നീറ്റാക്കിയിട്ട് എഴുതിയതാണ്. നമ്പേഴ്സും കിട്ടി. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മിഡിൽ നമ്പർ എന്താണ്, എക്സ് ആണ്. ദെൻ സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റിലും റൈറ്റിലുള്ള നമ്പേഴ്സ് അല്ലേ. ഇവിടെ നമ്പേഴ്സിൻ്റെ പകരം എക്സ് ആണല്ലേ. എക്സ് മൈനസ് 1 ആണ് ലെഫ്റ്റിലുള്ള നമ്പർ, റൈറ്റിലുള്ള വലത്തേ ഭാഗത്തുള്ളത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെയുള്ള നമ്പർ എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1. ഇത് രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഉള്ളതിൻ്റെ സമ്മ് അല്ലേ, കൂട്ടാനാണ് പറഞ്ഞത്. കൂട്ടിയിട്ട് ഈ മിഡിൽ നമ്പറുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, നമ്മൾ ആൾജിബ്രിക് ഫോമിൽ തെളിയിക്കുകയാണ്. മിഡിൽ നമ്പറിൻ്റെ എന്താണ് 2 ടൈംസ് ആയിരിക്കും എന്നല്ലേ. 2x എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 2 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ, അതായത് 2x. അതായത് ഇവിടെ നോക്കൂ, -1ഉം +1ഉം എന്താണ്, ക്യാൻസൽ ആവും അല്ലേ. -1ഉം +1ഉം ക്യാൻസലായി. പിന്നെ x + x എന്താണ്, 2x ആണ് അല്ലേ. എക്സ് പ്ലസ് എക്സ്, ഒരു എക്സും 2 എക്സും അല്ലേ, 2x ആണ്. 2x എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ ആണല്ലേ. അപ്പോൾ 2 ഇൻറ്റു മിഡിൽ നമ്പർ നമുക്ക് കിട്ടിയില്ല. ഇനി സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം, ടോപ്പിലും ബോട്ടത്തിലുള്ള, മുകളിലുള്ളതും താഴെയുള്ളതും അല്ലെ. ഈ മിഡിൽ നമ്പറിൻ്റെ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും, മുകളിലുള്ള 2 നമ്പേഴ്സ് പിന്നെ മൂലയിലുള്ള 2 നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സും തമ്മിൽ ഇങ്ങനെ കണക്ഷൻ കൂട്ടിയിട്ട് ഈ മിഡിൽ നമ്പറുമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പും ബോട്ടം എക്സ് മൈനസ് 10 പ്ലസ് എക്സ് പ്ലസ് 10. എക്സ് മൈനസ് 10ഉം എക്സ് പ്ലസ് 10ഉം ആഡ് ചെയ്യുമ്പോൾ -10ഉം +10ഉം അല്ലേ, രണ്ടും ക്യാൻസലായി അല്ലേ. മൈനസും പ്ലസും അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 0 ആണ്. എക്സ് പ്ലസ് എക്സ് അല്ലേ, ഒരു എക്സും 2 എക്സ് അല്ലേ. എക്സ് പ്ലസ് എക്സ് 2x, അതായത് 2 ഇൻറ്റു മിഡിൽ നമ്പർ. എക്സ് മിഡിൽ നമ്പർ ആണ് അല്ലേ. 2 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ, നടുവിലെ സംഖ്യയുടെ 2 ഇരട്ടിയാണ്. 2 ഇൻറ്റു നടുവിലെ സംഖ്യ, 2 ഗുണിക്കണം നടുവിലെ സംഖ്യ. ഈ സം ഓഫ് ഡയഗണൽ പെയേഴ്സ്, ഡയഗണൽ പെയേഴ്സിൻ്റെ സം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഡയഗണലിലെ എതിർമൂലയിലുള്ള സംഖ്യകളിൽ എക്സ് പ്ലസ് 9ഉം എക്സ് മൈനസ് 9ഉം എക്സ് മൈനസ് 11ഉം എക്സ് പ്ലസ് 11ഉം. ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം +9ഉം -9 അല്ലേ. പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ ക്യാൻസൽ ആവും. എല്ലാ സൈഡിലും അതേപോലെ -1 +1 -11 +11 അല്ലേ. അപ്പോൾ എല്ലായിടത്തും പിന്നെ 2x ആണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലായിടത്തും എന്താണ് 2x ആണ് കിട്ടുക എന്നുള്ളത്. എതിർമൂലയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് ഡയഗണൽ പെയേഴ്സ്, എക്സ് പ്ലസ് 9ഉം എക്സ് മൈനസ് 9ഉം എക്സ് മൈനസ് 11ഉം എക്സ് പ്ലസ് 11ഉം. അപ്പോൾ എന്താണ് നമുക്ക് നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യുക. +9ഉം -9ഉം ക്യാൻസലായി, 0 ആയി. -11ഉം +11ഉം ക്യാൻസലായി. നെക്സ്റ്റ് എന്താണ് എക്സ് പ്ലസ് എക്സ് 2x, എക്സ് പ്ലസ് എക്സ് 2x, അതായത് 2 ഇൻറ്റു എക്സ്. എക്സ് എന്താണ് മിഡിൽ നമ്പർ ആണ്, 2 ഇൻറ്റു മിഡിൽ നമ്പർ അല്ലെ. 2 ഗുണിക്കണം നടുവിലെ സംഖ്യ അല്ലെ. 2 ഇൻറ്റു മിഡിൽ നമ്പർ എന്ന് നമുക്ക് കിട്ടി എല്ലാത്തിൻ്റെതും. ഈ സം ഓഫ് ആൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സും കൂട്ടണം. നമ്മുടെ മിഡിൽ നമ്പർ എന്താണ്, എക്സ് ആണ്. പ്ലസ് എന്താണ് ഒരു 2x പ്ലസ് 2x പ്ലസ് 2x പ്ലസ് 2x. ഇവിടെ എത്ര 2x ഉണ്ട്, 1 2 3 4 2x ഉണ്ട്. അതായത് എത്ര, 2 4 5 6 7 8x ഉണ്ട്. 8x പ്ലസ് എക്സ് എത്രയാണ്, എക്സ് പ്ലസ് 8x അല്ലേ. എത്ര എക്സ് ഉണ്ട്, 2 4 6 8 8x, അതായത് 9x എന്ന് കിട്ടി.
ഈക്വൽ ടു 9x. 9x എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ഇൻറ്റു മിഡിൽ നമ്പർ അല്ലേ, 9 ഗുണിക്കണം നടുവിലെ സംഖ്യ അല്ലേ. അപ്പോൾ നടുവിലെ നമ്പറിൻ്റെ 9 ടൈംസ് ആണ് നമുക്ക് സം ഓഫ് ആൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിൻ്റെയും ആകെ തുക എന്ത് കിട്ടും? 9 ഇൻറ്റു മിഡിൽ നമ്പർ എന്ന് കിട്ടി. ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ അല്ലേ, ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ സമ്മും മിഡിൽ നമ്പറുമായിട്ടുള്ള കണക്ഷൻ അല്ലേ, ടോപ്പും ബോട്ടവും ഡയഗണൽ പെയേഴ്സ് അല്ലേ, ബാക്കിയുള്ളതിൻ്റെ ഒക്കെ അതും മിഡിൽ നമ്പറുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? 2x അല്ലേ, 2 ഇൻറ്റു മിഡിൽ നമ്പർ അല്ലേ, അതിൻ്റെ ഡബിൾ ആയിരിക്കും, ഇരട്ടിയായിരിക്കും എന്നാണ്. ഇവിടെ 9 ഇൻറ്റു മിഡിൽ നമ്പർ എന്നും കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. ഇതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓൺ ദി കലണ്ടർ ഓഫ് എനി മന്ത്, ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ, ഡ്രോ 4 സെൽ സ്ക്വയേഴ്സ് അറ്റ് വേരിയസ് പൊസിഷൻസ്. എവിടെയെങ്കിലും ഒരു 4 സെൽ സ്ക്വയേഴ്സിലെ 4 സെല്ലുള്ള ഒരു സമചതുരം സ്ക്വയർ ഇല്ലേ, 4 എണ്ണമുള്ള സ്ക്വയർ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കലണ്ടറിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദി സം ഓഫ് ആൾ 4 നമ്പേഴ്സ് ഇൻ സച്ച് എ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അല്ലെ, നമ്മൾ ആൾജിബ്ര യൂസ് ചെയ്തിട്ട് തെളിയിക്കാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാനാണ് പറഞ്ഞത്. ബീജഗണിത രൂപത്തിൽ എക്സിൻ്റെ ടേംസിൽ, ഇവിടെ നമ്പേഴ്സ് ആണല്ലേ, ഈ നമ്പേഴ്സിനൊക്കെ എക്സിൻ്റെ ടേംസിൽ എഴുതുക. എന്നിട്ട് എന്താ തെളിയിക്കാൻ പറഞ്ഞത്? വൈ ദി സം ഓഫ് ആൾ 4 നമ്പേഴ്സ് അല്ലെ, ഈ 4 നമ്പേഴ്സ് 4 സംഖ്യയുടെ തുക അല്ലെ, സം എന്താണ്? ഇൻ സച്ച് എ സ്ക്വയർ, ഇങ്ങനത്തെ ഒരു സ്ക്വയറിൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ 4ൻ്റെ ഗുണിതം മൾട്ടിപ്പിൾ ആകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ ബീജഗണിത രൂപത്തിൽ തെളിയിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. Then second question, explain using algebra the relation between this sum and the smallest number in the square. അല്ലേ, ഇത് ആൾജിബ്ര വെച്ചിട്ട് തന്നെ വീണ്ടും തെളിയിക്കാൻ ഈ സമ്മിലാകെ കിട്ടിയ ഈ തുകയും ഇതിലുള്ള സ്മോളസ്റ്റ് നമ്പറും ഈ സ്ക്വയറിലുള്ള സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള റിലേഷൻ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഈ ഫസ്റ്റുള്ള സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റുള്ള സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ എന്താണ്? x+1 ആണല്ലേ, 13, 14 അല്ലേ, 14 എന്നുള്ളത് x+1 ആണ്. ഇനി താഴെയുള്ളത് എക്സിനോട് എത്ര കൂട്ടിയതാണ്? 20 എന്ന് പറയുന്നത് അല്ലേ. എക്സിനോട് ഒരു 13നോട് a കൂട്ടുമ്പോഴാണ് 20 കിട്ടുന്നത്, അതായത് x+7 ആണ് ഇവിടെയുള്ള നമ്പർ. നെക്സ്റ്റ് ഈ എക്സ് അല്ലേ, ഫസ്റ്റുള്ള നമ്പറിനോട് എത്ര കൂട്ടിയതാണ്? 21 എന്ന് പറയുന്ന ഈ നമ്പർ അല്ലേ, ഒരു 8 കൂട്ടിയതാണ് അല്ലേ, 8 ആഡ് ചെയ്തതാണ്, അതായത് x+8 എന്ന് ഈ നമ്പറിനെ എഴുതാം അല്ലേ. ഈ ഫസ്റ്റുള്ള നമ്പർ ഇതാണ് സ്മോളസ്റ്റ് നമ്പർ 13. അപ്പോൾ ആ സ്മോളസ്റ്റ് നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തല്ലേ. ആൾജിബ്രിക് ഫോമിലാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. ബീജഗണിത രൂപം ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സിൻ്റെ ടേംസിൽ എഴുതുന്നതിനെയാണ് അല്ലേ, വേരിയബിൾസിൻ്റെ ടേംസിലില്ലേ, നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് XYZ എന്നുള്ള വേരിയബിൾസിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു അല്ലേ, ഏറ്റവും ചെറിയ നമ്പർ എക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് 1 കൂട്ടിയത് x+1 ആണ് നെക്സ്റ്റ് നമ്പർ, x+7 ആണ് ഇവിടെയുള്ള നമ്പർ, x+8 ആണ് ഇവിടെയുള്ള നമ്പർ അല്ലേ, 8 കൂട്ടിയതാണ് 21 അല്ലേ, 13നോട് 8 ആഡ് ചെയ്തതല്ലേ 21. അപ്പം അങ്ങനെ എടുത്തിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ സമ്മും മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേംസിലില്ലേ 4 സെൽസുള്ള സ്ക്വയർ സമചതുരം അല്ലേ. അപ്പോൾ 4 സെൽസിൽ ഏറ്റവും ചെറിയ നമ്പർ എക്സ്, അതിനോട് 1 ആഡ് ചെയ്തതാണ് ഇവിടെയുള്ള നമ്പർ, a ആഡ് ചെയ്തതാണ് താഴെയുള്ള നമ്പർ, ഇവിടെയുള്ള നമ്പർ എന്താണ്? 8 ആഡ് ചെയ്തതാണ്. അപ്പോൾ എക്സിനോട് 8 ആഡ് ചെയ്തതാണ് x+8. ഈ സം ഓഫ് ആൾ നമ്പേഴ്സ്, സം ഓഫ് ആൾ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്നാണ് തെളിയിക്കേണ്ടത്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ സം ഓഫ് ആൾ നമ്പേഴ്സ് നമ്മൾ കാണണം, എല്ലാ സംഖ്യയുടെയും തുക 4ൻ്റെ ഗുണിതമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ എല്ലാ സംഖ്യകളുടെയും തുക കാണേണ്ടത് നമ്മൾ, അതായത് x+1 x+7 x+8 ആ സംഖ്യകളൂടി ആഡ് ചെയ്താലേ x+1 x+7 x+8 ആഡ് ചെയ്താൽ എത്ര എക്സ് ഉണ്ട്? എക്സിൻ്റെ ടേംസിന് ഒരുമിച്ച് ആഡ് ചെയ്യണം, 1 2 3 4 അല്ലേ, 4 എക്സ് ഉണ്ട്. 4x പ്ലസ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, നമ്പേഴ്സ് ആഡ് ചെയ്താൽ എത്ര ഉണ്ട്? 1 8 8 8 16 അല്ലേ, അപ്പോൾ 16 എന്ന് കിട്ടി. ഇതിൽ രണ്ടിൽ എന്ത് കോമൺ ആണ്? 16 ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട് 4, ഇവിടെ ഉണ്ട് 4 4 ഇൻറ്റു 4 ആണ് 16, 4 4 16, അപ്പോൾ ഇവിടെ ഉണ്ട് 4. അപ്പോൾ 4നെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക, ഔട്ട് സൈഡ് ആക്കി എടുക്കുമ്പോൾ 4 പുറത്ത് പോയാൽ പിന്നെന്താ അവിടെ ഉള്ളത്? ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു 4 കൂടി ഉണ്ടല്ലേ, 4 ഇൻറ്റു 4 ആണ് 16, x+4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയുള്ള ഏത് നമ്പറിനെയും 4 കൊണ്ട് ഗുണിക്കുക എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. 4 ഇൻറ്റു x+4, അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാൽ നമുക്ക് കിട്ടിയില്ലേ, എല്ലാ സംഖ്യകളുടെയും തുക അല്ലെ, സം ഓഫ് ആൾ നമ്പേഴ്സ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 4. 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, ഇവിടെ ഏത് നമ്പർ ആയിക്കോട്ടെ, ഇവിടെ 1 എടുത്ത് നോക്കുക, എടുക്കുക, x 1 ആണെങ്കിൽ 1+4 5, 5 ഇൻറ്റു 4 എന്താണ്? 4 5 20, അത് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ അല്ലേ. 4 എന്ന് 4 കൊണ്ട് ഏതൊരു സംഖ്യനെ ഗുണിച്ചാൽ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് കിട്ടി, 4 ഗുണിക്കണം, 4 ഇൻറ്റു x+4 ആണ്, ഇവിടെ ഏത് നമ്പർ ആയാലും അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് നമുക്ക് കിട്ടി. ആൾജിബ്രിക് ഫോമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? സം ഓഫ് ആൾ നമ്പേഴ്സ് നമുക്ക് എന്ത് കിട്ടി? 4 ഇൻറ്റു x+4 അല്ലേ, 4x+16 എന്ന് കിട്ടി അല്ലേ, 4x+16 4നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4x+16 നമുക്ക് എങ്ങനെ എഴുതാം? 4x+16 എന്നാൽ സമ്മില്ലേ, സം ഓഫ് ആൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഈസ് 16 ആഡഡ് ടു 4 ടൈംസ് ഓഫ് സ്മോളസ്റ്റ് നമ്പർ. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്മോൾ നമ്പർ ആണ് അല്ലേ, നമ്മളെല്ലാ സ്ക്വയേഴ്സിലെയും ഫസ്റ്റുള്ള നമ്പറാണ് സ്മോളസ്റ്റ് നമ്പർ, അതാണ് നമ്മൾ എക്സ് ആക്കി എടുത്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പറാണ്, ഇതിലുള്ള സ്മോളസ്റ്റ് നമ്പർ ഇതല്ലേ, ഇതിനോട് 1 കൂട്ടിയതാണ് ഇതിനേക്കാളും വലുതാണ്, +7 1 കൂട്ടിയത് അല്ലേ, +8 ഇതൊക്കെ ഇതിനേക്കാളും വലുതാണ്. അപ്പോൾ സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ നമ്പറിൻ്റെ 4 മടങ്ങ് അല്ലേ, 4 ടൈംസ് സ്മോളസ്റ്റ് നമ്പറുമായിട്ടുള്ള നമ്മുടെ സമ്മിൻ്റെ കണക്ഷൻ എന്താണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സ്മോളസ്റ്റ് നമ്പർ എക്സ് ആണ്, അതിൻ്റെ 4 ടൈംസിനോട് 16 കൂട്ടിയത് 16 കൂട്ടിയതാണ് അല്ലേ, നമ്മുടെ സ്മോളസ്റ്റ് ചെറിയ സംഖ്യയുടെ 4 ഇരട്ടിയോട് 16 കൂട്ടിയതാണ്.
അല്ലേ നമ്മുടെ സം ഓഫ് ആൾ നമ്പേഴ്സ് എല്ലാ സംഖ്യകളുടെയും തുക എന്ന് പറയുന്നത്. സം ഈസ് 16 ആഡഡ് ടു 4 ടൈംസ് ഓഫ് സ്മോളസ്റ്റ് നമ്പറിൻ്റെ 4 ടൈംസിനോട് അല്ലെ 16 ആഡ് ചെയ്തതാണ് സമ്മ് എന്ന് പറയുന്നത്. എല്ലാ സംഖ്യകളുടെയും തുക എന്ന് പറയുന്നത്. നമുക്ക് കൂട്ടിയപ്പോൾ സമ്മ് കിട്ടിയത് ഇങ്ങനെയല്ലേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ 4th ക്വസ്റ്റ്യൻ വരെ ഈ ഒരു പോർഷൻ 3ാമത്തെ പാർട്ട് കൂടി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ ഈ ഒരു ഭാഗം തന്നെ 2ാം പാർട്ടും 3ാം പാർട്ടും ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെ ഇനി 4th പാർട്ട് അടുത്ത പാർട്ടായിട്ട് നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.